നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തിന്, കേരളത്തിൻ്റെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM-ലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ പറ്റിയാണ്. നമ്മൾ ഒക്കെ കണ്ടു ഇന്നലെ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും 2 പേജ് അഡ്വർടൈസ്മെന്റ്. അത് ആദ്യമായിട്ടായിരിക്കും പഴയൊരു 10 വർഷം മുമ്പ് നടന്ന ഒരു സർക്കാരിൻ്റെ പാളിച്ചകൾ കാണിച്ച് ഇന്നത്തെ സർക്കാരിനെ കമ്പയർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള, അതും സർക്കാരിൻ്റെ പരസ്യം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ BJP പോലും സാധാരണ ചെയ്യാറില്ല. കോൺഗ്രസ് കാലത്ത് നടന്നതിനെ പറ്റി അവർ പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്, നെഹ്റുവിനെ ഒത്തിരി അധിക്ഷേപിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നെഹ്റു ഇത് ചെയ്തു, അതിൻ്റെ ഇന്ദിരാഗാന്ധി ബാങ്ക് നാഷണലൈസേഷൻ ചെയ്തു 71-ൽ, ഇന്ന് ഞങ്ങൾ അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള അഡ്വർടൈസ്മെന്റ് അവരൊരിക്കലും കൊടുത്തിട്ടില്ല. അതും സർക്കാരിൻ്റെ ചിലവിൽ. ഇതിനെ ആ ദിവസം തന്നെയാണ് നമ്മൾ കണ്ടു. CPM-ന്റെ ഒരു MLA ശശി പാർട്ടി വിമതരുടെ കൺവെൻഷനിൽ പോവുകയും അദ്ദേഹത്തെ എക്സ്പെൽ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ശ്രീ സുധാകരൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ സുധാകരൻ പാർട്ടിയുമായി അടുക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയുമായി സമരസത്തിലല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നു. പാർട്ടി അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിശബ്ദനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, എന്താണ് CPM-ലെ ഈ ഇത്തരമുള്ള ഒരു ഹൈ ആൻഡ് ലോ ഉള്ള ഒരു കാണിക്കുന്നത്? അവരുടെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരുതരം അവർ പരിഭ്രാന്തരായിരിക്കുകയാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും താങ്കളുടെ റീഡിംഗ് വളരെ വളരെ ശരിയാണ്. പരിഭ്രാന്തിയുടെ സകല ലക്ഷണവുമാണ് കേരളത്തിലെ CPM നേതൃത്വം ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഓർമ്മയിൽ പണ്ട് സഖാവ് VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച കേന്ദ്ര തീരുമാനത്തിനെതിരായി കേരളത്തിലുണ്ടായ വമ്പിച്ച പ്രതികരണത്തിന്റെ ആ ഒരു അന്തരീക്ഷം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതാണ് CPM-ന്റെയോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത വിധം പാർട്ടി അണികളും അനുഭാവികളും VS-ന് വേണ്ടി രംഗത്ത് വന്ന് ആ തീരുമാനം തിരുത്തിക്കുന്നത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ കാലത്ത് അത്തരം ഒരു കാലഘട്ടത്തിനേക്കാൾ ഏറ്റവും മോശമായ ഒരു തിരഞ്ഞെടുപ്പ് കാല ചിത്രമാണ് CPM ഇന്ന് കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്, അതായത് പരസ്യ രാഷ്ട്രീയം, അത് പുതിയതല്ല. ഒന്നാമത്തെ പേജിൽ ഓരോ സർക്കാരുകളും അവരുടെ വികസന നേട്ടങ്ങൾ കൊടുക്കാറുണ്ട്. അത് ഇന്ത്യയിൽ വളരെ കാലമായിട്ട്, എനിക്ക് തോന്നുന്നത് ഒരു 3 പതിറ്റാണ്ടായെങ്കിലും അങ്ങനെ ജാക്കറ്റ് എന്നുള്ള പത്രങ്ങളിൽ പറയുന്ന ജാക്കറ്റായിട്ട് പരസ്യം വരുന്നു. ആ പരസ്യം സർക്കാർ പരസ്യങ്ങളാവുന്നു. എന്തിന് പല പത്രങ്ങളെയും സഹായിക്കുന്നതിന് സർക്കാരുകൾ, മോഡി സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇത്തരത്തിലുള്ള സർക്കുലേഷൻ പോലും ഇല്ലാത്ത പത്രങ്ങൾക്ക് ഇത്തരം പരസ്യം കൊടുത്തുകൊണ്ടാണ് അവരെ കൂടെ നിർത്തുന്നത്. ഇത് കേരളത്തിൽ പുതിയ കാര്യമല്ല. പക്ഷെ പുതിയ കാര്യം, ഒരു സർക്കാർ സംവിധാനമായ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് സർക്കാർ പരസ്യം എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പരസ്യം പ്രസിദ്ധീകരിക്കും. ഇതാണ് ഇവിടെ വ്യത്യസ്തമായി കാണേണ്ടത്. അല്ലാതെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഹിമാചൽ പ്രദേശിന്റെ സംസ്ഥാനത്തിന്റെ, എന്തിന് നമ്മുടെ പഞ്ചാബ് ആപ്പ് സംസ്ഥാനത്തിന്റെ, തെലങ്കാനയിലെ രേവതി റെഡ്ഡിയുടെ സർക്കാരിന്റെ വിജയ കഥകളെല്ലാം മുൻപേജിൽ മാതൃഭൂമിയുടെയും മനോരമയുടെയും ഹിന്ദുവിന്റെയും ഒക്കെ വരുന്നുണ്ട്. അതിൽ ആർക്കും അത്ഭുതമില്ല. അത് പരസ്യമാണെന്നറിയാം, അത് സർക്കാരിന്റെ പരസ്യമാണെന്നറിയാം, സർക്കാർ ചെലവാണെന്നറിയാം. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് നമ്മളുടെയും എന്റെയും നിങ്ങളുടെയും നികുതി വരുമാനത്തിൽ നടക്കുന്ന സർക്കാരിന്റെ പൈസ എടുത്തുകൊണ്ട് കൃത്യമായ ഒരു അതായത് കക്ഷി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് CPM ഒരുങ്ങിയിരിക്കുന്നു, അതിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. 2,
വേറെ നമ്മളെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇതിന്റെ നൈതികത, ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിന് നമ്മളുടെ പത്രങ്ങളുടെ പേജ് വെറും പരസ്യമാണെന്നുള്ള മട്ടിലാണെങ്കിൽ പോലും അതിൽ എഴുതി എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ കഴിയാത്ത വിധം ഇത് പരസ്യമാണെന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മളുടെ മാധ്യമങ്ങളുടെ അടിസ്ഥാനപരമായ ധാർമ്മികതയ്ക്ക് രക്ഷിക്കാനാവില്ല. കാരണം പരസ്യവും വാർത്തയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ, മാധ്യമ ധർമ്മത്തിന്റെ അടിസ്ഥാന ഇത് രണ്ടും ഞാനിപ്പോ പറയാൻ ശ്രമിക്കുന്നത് താങ്കൾ പറഞ്ഞതുകൊണ്ട് എന്നെ അനുവദിക്കണം. ഇത് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം, ദയവായി ഞാൻ പൂർത്തിയാക്കാൻ അനുവദിക്കണം. എന്റെ ആർഗ്യുമെന്റ് കേട്ട് കഴിഞ്ഞിട്ട് താങ്കൾ യഥേഷ്ടം സംസാരിച്ചോളൂ. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സർക്കാർ പണം എടുത്ത് ഇത് ചെയ്യരുത്. രണ്ട്, മാധ്യമങ്ങൾ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് വാർത്തയും കക്ഷി രാഷ്ട്രീയ പരസ്യവും നടത്തരുത്. ഇനി താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. ഞാനിത് ഈ നൈതികതയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതേപോലെയുള്ള ന്യൂസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് IPO, അതായത് ഇനിഷ്യൽ പബ്ലിക്കോ, മാർക്കറ്റിൽ പോകുന്ന കമ്പനികൾ എക്കണോമിക് ടൈംസിലും മറ്റ് ബിസിനസ് ഡെയിലികളിൽ നടത്തുമായിരുന്നു. അത് സെബി, അതായത് സെക്യൂരിറ്റീസ് ബോർഡ് ഓഫ് ഇന്ത്യ ഇടപെട്ട് നിർത്തുകയുണ്ടായി. അതായത് നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ വളരെ കൃത്യമായി ഇത് അഡ്വർടൈസ്മെന്റ് ആണെന്ന് വളരെ കൃത്യമായി കൊടുക്കണം. മാത്രവുമല്ല, അത് IPOക്ക് പോകുന്ന കമ്പനികളാണെങ്കിൽ, അതായത് ഇപ്പം തിരഞ്ഞെടുപ്പിന് പോകുന്ന പാർട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിൻ, വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ, ഇത് പ്രൈവറ്റ് ആണെങ്കിലും പ്രൈവറ്റുകാരോടും പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ജനങ്ങളുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് പബ്ലിക്കിന്റെ സ്വതന്ത്ര ചിന്തയെ, സ്വതന്ത്രമായി തീരുമാനമെടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ ബാധിക്കുന്നതാണ് എന്ന് സെക്യൂരിറ്റീസ് ബോർഡ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ പറഞ്ഞ് എക്കണോമിക് ടൈംസിന്റെയും ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെയും മറ്റുള്ളവരുടെയും പകുതി പേജും ഫുൾ പേജും അഡ്വർട്ടോറിയൽസ് തടഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്താണ്, അതായത് ഇന്ന് താങ്കൾ പറയുന്ന നൈതികത കാണിച്ചത് സെക്യൂരിറ്റീസ്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്, അതിന്റെ റെഗുലേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷനും സർക്കാരും ഇടപെടേണ്ട ഒരു സംഗതി തന്നെയാണ്. കാര്യം എന്നാൽ ജനങ്ങളുടെ നീതിയുക്തമായി ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശത്തെ ഒരു സർക്കാർ തന്നെ ഇടങ്കോടിടുമ്പോൾ ആരാണ് ഇതിന്റെ അമ്പയർ ആവേണ്ടത്? ഇവിടെ ഇലക്ഷന് തൊട്ടു മുമ്പാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അത് അവർ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു സർ. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നീതി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വീര സർവാക്കറിന്റെ പടം വെച്ച് ഹിന്ദുത്വ പ്രചരണം മോഡി സർക്കാരിനെ 1-ാം പേജിൽ അനുവദിച്ച ഇലക്ഷൻ കമ്മീഷൻ ഇനി കേരളത്തിൽ CPM-ന്റെ ഈ കക്ഷി രാഷ്ട്രീയ പ്രചരണത്തിന് വിലങ്ങ് തടിയിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേണമെങ്കിൽ സതീശൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു പെറ്റീഷൻ കൊടുത്തു നോക്കിക്കൊള്ളട്ടെ. പക്ഷെ ഇതിൽ നിന്ന്, ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് BJPക്ക് അനുകൂലമല്ലാത്ത ഒരു ഇടപെടലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ അതിനേക്കാൾ കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളും ജനങ്ങളുമാണ് ചിന്തിക്കേണ്ടത്. ഈ ചെയ്യുന്നത് അതിർവരമ്പുകൾ ലംഘിക്കലാണ്. രണ്ട് തരത്തിലുള്ള അതിർവരമ്പുകൾ. ഒന്ന്, സർക്കാർ പണം എടുത്ത് കക്ഷി രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൂടാ. രണ്ട്, പത്രങ്ങൾ, അത് ഹിന്ദുവിനെ പോലെ ഒരു പത്രം, നാളെ ഹിന്ദുവിൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ ഹിന്ദുവിൽ കേരളത്തിലെ കോൺഗ്രസ് ശ്രീ സഖാവ് പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഒരു വശത്തും ഒരു പേജിലും അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചുള്ള ആരോപണം വരെ പടം വെച്ചു വേണമെങ്കിൽ അവർക്ക് ഈ പരസ്യമാണെന്ന് പറഞ്ഞു കൊടുക്കാം. ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന മഹൽ കാര്യങ്ങളും വച്ച് ഒരു പരസ്യം കൊടുത്താൽ ഹിന്ദു ശ്രീ N. റാം സ്വീകരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഇതേ തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ പറയുന്ന ഒരു കോൺഗ്രസ് പരസ്യം, ഒരു UDF പരസ്യം, അതായത് പിണറായി വിജയൻ സർക്കാരിനെതിരെ വന്ന എല്ലാ അഴിമതി ആരോപണങ്ങളെയും പടം സഹിതം ഒരു പേജിലും
ഉമ്മൻചാണ്ടിയുടെ വീരചരിത്രം മറ്റൊരു പേജിലുമായി എത്ര കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു വന്നാൽ ഹിന്ദുവിന്റെ മാനേജ്മെന്റ് സ്വീകരിക്കും. ആ ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മികത നമ്മുടെ UDF ഇല്ല എന്നുള്ളത് BJP യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർ ഇതിനെ ഉപയോഗിക്കുകയാണ്. കേരളത്തിൽ ഗോഡിയും മീഡിയ പ്രവർത്തകരായിരിക്കുന്ന താങ്കളെ പോലുള്ള എന്നെ പോലുള്ളവർ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അത് എന്തുകൊണ്ട് ഹിന്ദുവിന് ഉത്തരം പറയണ്ടേ? ഹിന്ദുവിനെ പോലെ ഒരു പത്രം. ഞാൻ ഇതില് എനിക്ക് മലയാള മനോരമയും മാതൃഭൂമിയും ഇത് ഏറ്റെടുത്തതിൽ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. പക്ഷെ അത് ഹിന്ദു ചെയ്തപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് ഈ ചോദ്യം എന്റെ മനസ്സിലും വന്നു. നാളെ കോൺഗ്രസ് ഇതുമായിട്ട് ചേർന്നാൽ ഹിന്ദു അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പ്രശ്നം. കാരണം വെച്ചാൽ ഹിന്ദുവിൽ നിന്ന് ഇപ്പോഴും എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒരു സത്യസന്ധതയും ഒരു സ്വാതന്ത്ര്യബോധവും പ്രതീക്ഷിക്കുന്നുണ്ട് ഹിന്ദുവിൽ നിന്ന്. പിന്നെ ചെറിയാൻ വേറൊരു കാര്യം കൂടി കാണണം. കാരണം ഈ പരസ്യം വരുന്നതിന് 2 ദിവസം മുമ്പ് കേരളത്തിലെ CPM വലിയ ഒരു ആരോപണം ഉന്നയിച്ച് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആരോപണം എന്നറിയാമോ? തെലുങ്കാനയുടെ സർക്കാരിന്റെ പരസ്യങ്ങൾ കേരളത്തിൽ പണമൊഴുക്കാനുള്ള കോൺഗ്രസിന്റെ അടവാണെന്ന് ഇപ്പോഴും ആ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊരു ഇരട്ടത്താപ്പാണ്? തെലുങ്കാന സർക്കാരിന്റെ പരസ്യം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും 1-ാം പേജിൽ കൊടുക്കുന്നു. അത് ശരി, ഇനി UDF-നെ സഹായിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെ ആരോപിക്കുന്ന CPM എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യം ദേശീയ മാധ്യമങ്ങളിലൂടെ കേരളത്തിൽ കൊടുത്ത് പ്രചരിപ്പിക്കുന്നത്? ഇതിന്റെ ഒരു വൈരുദ്ധ്യം, ഇതിന് ഇരട്ടത്താപ്പല്ല, ഇതിന്റെ ഒരു ധാർമ്മിക, ഞാൻ ഈ ധാർമ്മികം എന്നുള്ള വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നത് വേറെ വാക്കില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നൈതികത എന്ന് വേണമെങ്കിൽ പറയാം. അത് ബൊംബാസ്റ്റിക് തിയറി അല്ല, നൈതികത, എത്തിക്സ്, ഒരു പൊളിറ്റിക്കൽ എത്തിക്സ്, രാഷ്ട്രീയ നൈതികത. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ CPM-നെ അനുവദിക്കുന്നത്? അതിനർത്ഥം താങ്കൾ ആദ്യം പറഞ്ഞതാണ് പരിഭ്രാന്തരാണ്. അവർ പരിഭ്രാന്തരാണ്. കാണിക്കുന്നത് അതാണ് ഈ മോഹൻലാലിനെ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഷോ. അതും സർക്കാർ ചെലവിലാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇത്തരത്തിലുള്ള PRDയെ കൊണ്ടുള്ള പരസ്യങ്ങൾ, നിരവധി കോൺക്ലേവുകൾ, അതായത് കേരള വിഷൻ 31 എന്ന് പറഞ്ഞ് പ്ലാനിംഗ് ബോർഡ് ഒരു വലിയൊരു ജമ്പൂരി നടത്തുന്നു. പിന്നീട് പാർട്ടി, നമ്മുടെ തോമസ് ഐസക്കും സെറ്റും പഴയ പഠന കോൺഗ്രസ് നടത്തുന്നു. എന്തർത്ഥമാണ് പഠന കോൺഗ്രസ് നടത്തുന്നത്? അവിടെ കേരള സർക്കാരിന്റെ പ്ലാനിംഗ് ബോർഡ് കേരള വിഷൻ 31 എന്ന് പറഞ്ഞ് എങ്ങനെ കേരളം 31ലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം പാവം EMS വളരെ നല്ല ഉദ്ദേശത്തോട് കൊടുത്തു പഠന കോൺഗ്രസ് അടുത്ത് പിറ്റേത് ആഴ്ച വരികയാണ്. ഇത് ആരാണ്? ഇത് എന്താണ് ഇതിന്റെ അർത്ഥം? ആ പാർട്ടിയും ഇത് നിരവധി ചെറിയാനും കേരളത്തിലെ കാര്യങ്ങൾ അറിയുമായിരിക്കും. സിനിമ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇതിന് ഒരു കാരണം, ഈ പരിഭ്രാന്തിക്ക് ഒരു കാരണം വീട് കയറിയുള്ള CPM-ന്റെ പരിപാടികൾ, വീട് കയറി ആൾക്കാരോട് സംസാരിക്കുന്നത്, അതിന്റെ ഫീഡ്ബാക്ക് അവർക്ക് ശുഭകരമല്ല എന്ന്. അല്ല, തീർച്ചയായിട്ടും അത് നമ്മൾ പരിഭ്രാന്തിയുടെ കാരണം അതോ ശശി അത് അവർ തന്നെ പറയാതെ പറയുന്നുണ്ട്. ചെറിയാൻ അവർ തന്നെ പറയാതെ പറയുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർക്കേറ്റ തിരിച്ചടി എന്തുകൊണ്ടെന്ന് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അവർ മാറാൻ സന്നദ്ധമല്ല. ഇവരുടെ വികസന നയത്തിനെ എങ്ങനെ ജനങ്ങൾ കാണുന്നു? വികസന നയം മാത്രമാണോ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്? പാലവും റോഡും വന്നത് കൊണ്ടാണോ ആളുകൾ വോട്ട് ചെയ്യുന്നത്? അതോ മറ്റു കാരണങ്ങൾ കൊണ്ട്? ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് വെറും ഞങ്ങളുടെ മുമ്പിൽ പാലം വന്നു, അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം മാറി നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന കേരളമല്ല. ഈ വികസനം എന്ന് പറഞ്ഞ് ഡ്രോൺ പിക്ചറുകൾ ഇട്ട് വലിയ പാലങ്ങളുടെയും റോഡുകളുടെയും, അത് റോഡിന്റെ കഥ പറയാതിരിക്കുക ഭേദം. മുഴുവൻ കാണിച്ചാൽ ഇടിഞ്ഞും പൊളിഞ്ഞും. ഇപ്പോഴും നാഷണൽ ഹൈവേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാഷണൽ വാട്ടർവേ ആക്കുളത്തു നിന്ന് കോട്ടപ്പുറത്തേക്ക് എവിടെ ബോട്ടിൽ പോകാൻ പറ്റും നിങ്ങൾക്ക്? ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കെട്ടുകാഴ്ചകളിലൂടെയും
ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, മുഖ്യമന്ത്രി പിണറായി തന്നെ ആയിരിക്കും, അദ്ദേഹം മത്സരിക്കും എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ ഇടതുപക്ഷം എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കണ്ടേ? എന്തെല്ലാം പറയുമ്പോഴും എന്തുകൊണ്ട് അതൊരു ഫാക്ടറല്ലേ തെരഞ്ഞെടുപ്പിന്റെ? നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി 81 വയസ്സുള്ള പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുന്നു, 3-ാം വട്ടം മത്സരിക്കുന്നു. അദ്ദേഹം മാത്രമാണോ ജയിക്കാനുള്ള തുറുപ്പുശീട്ട്? അല്ല, ശൈലജ ടീച്ചർക്ക് വിജയിപ്പിക്കാനുള്ള വളരെ ക്ലോസ് ഫൈറ്റ് വിജയിപ്പിക്കാൻ വേണ്ടി അവരെ തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് കേട്ടു. ഇത് തന്നെയല്ലേ വടകരയിൽ ചെയ്തത്? ഇത് തന്നെയല്ലേ ശൈലജ ടീച്ചറെ വടകരയിൽ ബലി കൊടുക്കുകയായിരുന്നില്ലേ? ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിന് അവർ തോറ്റത്. ശൈലജ ടീച്ചറിന് കേരളത്തിൽ വലിയ പ്രതിച്ഛായയില്ലേ? വീടുകളിൽ സ്ത്രീകളിൽ ഭാവി മുഖ്യമന്ത്രിയായി കാണുന്ന എത്രയോ സാധാരണക്കാരുണ്ട്, പാർട്ടി അംഗങ്ങളുണ്ട്, അനുഭാവികളുണ്ട്. അപ്പൊ അവരെ വിജയിപ്പിക്കാൻ വേണ്ടി അവരെ മത്സരിപ്പിക്കുന്നത് തോൽക്കാൻ സാധ്യതയുള്ള തളിപ്പറമ്പിൽ, വിജയിക്കാൻ കഴിയുന്ന മട്ടന്നൂരിൽ സനോജ്, അവർ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരൻ. ഇതിന്റെ യുക്തി ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ മനസ്സിലാക്കും? അത് പ്രധാനമല്ലേ ഈ യുക്തി? ഇതെന്താണ് നടക്കുന്നത്? സുധാകരനെ പോലെ ഒരു എന്താ പറയുക, ലൂസ് കാനൺ, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ലൂസ് കാനൺ, എന്തും പറയാം. എന്താ നാവിൽ തോന്നുന്നത് എല്ലാം പറയാം. എന്താ പറയാ, നാക്കുപോയ വെട്ടുകുത്തിയോ അല്ലെങ്കിൽ പോയ വെട്ടുകുത്തി പോലെ വളരെ വെറുതെ ആലപ്പുഴയിൽ ഇരുന്ന് സ്വന്തം ഭൂതകാലത്തിലും സ്വന്തം വലിപ്പത്തിലും അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന നേതാവ് തനിക്ക് സ്ഥാനാർത്ഥിയാവണമെന്ന് പറയുന്നു. PK ശശി അഴകിയ രാവണൻ എന്ന് വേണമെങ്കിൽ വിവരിക്കാവുന്ന, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഴകിയ രാവണൻ എന്ന് പറയാവുന്ന ഒരു CITU ലീഡറാണ് അദ്ദേഹം. എത്ര അവസാന നിമിഷം വരെ കേരളത്തിലെ CPM കൊടുത്ത KTDCയുടെ അധ്യക്ഷ സ്ഥാനത്ത് അവസാന മണിക്കൂർ വരെ ഇരുന്നു കൊണ്ട് പിറ്റേന്ന് വന്ന് പാർട്ടിക്കെതിരായ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. ഇതേത് പാർട്ടിയിൽ നടക്കും? ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അത് കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിനെ പറ്റിയുള്ള സ്വഭാവത്തെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ നടപടികളെ കുറിച്ചും പാർട്ടി ഇത്രയും കാലം അജ്ഞാതനായിരുന്നു. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള സകല കുറ്റങ്ങളും ആരോപിക്കുമ്പോൾ അത് ആത്മവഞ്ചനയല്ലേ ചെറിയാൻ? ഇത്രയും മുതിർന്ന നേതാവ്. അപ്പൊ ഞാൻ കാണുന്നത് താങ്കൾ പറഞ്ഞതാണ്, പരിഭ്രാന്തിയിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകും. ഇത് ഇതിന്റെ വീഴ്ച കൂടുതൽ ഗുരുതരമാക്കും. കാരണം തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കും. ഒരു ഇടതുപക്ഷ മനസാക്ഷിയുള്ളവർക്ക് ഇത് വളരെ വേദനാജനകമാണ്. അതെ, വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. അത് നമ്മൾക്കൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാല് CPM-ന്റെ പരാജയം BJP-യുടെ വിജയമാവോ എന്നുള്ളൊരു സംശയം അവിടെ. BJP-യുടെ വിജയമാകാൻ ഉള്ളത് തോന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കേരളത്തിൽ ഒരു വിഭാഗം BJP-യിലേക്ക് പോയിരുന്ന ക്രിസ്ത്യാനികൾ തിരിച്ച് UDF-ലേക്ക് വന്നത് നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടു. പക്ഷെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വേറൊരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് ഇസ്രായേൽ, അമേരിക്ക, ഇറാനെ നശിപ്പിക്കാൻ വരുമ്പോട്ടുള്ള ഒരു യുദ്ധത്തിന്റെ കാര്യത്തിലാണ്. ഇത് കേരളത്തിലെ രാഷ്ട്രീയത്തെ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് നോക്കണ്ടേ? ഇസ്രായേലിൽ ഒരു 1,50,000 മലയാളികളുണ്ട്. അതിൽ അധികവും ക്രിസ്ത്യാനികളാണ്. അവർക്ക് നെതന്യാഹുവിന് ഇഷ്ടമല്ല, ഇസ്രായേൽ ഇഷ്ടമാണെന്നുള്ള അത്തരത്തിലുള്ള ചിന്തിക്കാൻ രാഷ്ട്രീയ ബോധം അവർക്കുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാര്യം വെച്ചാൽ അവർക്ക് അവരുടെ റിയാലിറ്റി, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവരാണെങ്കിൽ, കേരളത്തിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ വകതിരിവ് അവർക്കുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പ്രവാസികളുടെ വോട്ടിൽ വ്യത്യാസം ഉണ്ടാവുമോ ചെറിയാൻ? എനിക്ക് തോന്നുന്നു ഇനി വരുന്ന കേരള തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ എങ്ങനെയായിരിക്കും? അതുണ്ടെങ്കിൽ തന്നെ അവർ ഡീഫാൾട്ട് വോട്ടിങ്ങിലേക്ക് പോകും. BJP-ക്കാർ BJP-ക്ക് വോട്ട് ചെയ്യും, കോൺഗ്രസ്സുകാർ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യും, ഇടതുപക്ഷക്കാർ. എനിക്ക് തോന്നുന്നത് ഈ യുദ്ധം കൊണ്ട് ഒരു പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാര്യം വെച്ചാൽ യുദ്ധം തുടങ്ങിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ ജൂണിൽ ചെയ്തതാണ്. അതിന്റെ എക്സ്റ്റൻഷനായിട്ട് ഇപ്പോൾ തുടങ്ങേണ്ട ഒരു ആവശ്യമില്ലെന്ന് പൊതുവെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും.
പക്ഷെ ഇവിടെ കേരളത്തിലെ BJP ഇവിടെ വലിയ പടങ്ങൾ നെതന്യാഹുവിന്റെയും അവർ ഈ യുദ്ധത്തിൽ മോഡിയുടെയും അവർക്കെതിരെ പോകത്തേ ഉള്ളൂ. കേരളത്തിലെ എന്താണ് കുറച്ചെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളവരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനമെങ്കിൽ അത് അവരുടെ അവർക്കെതിരായി പോകും. ശരിയാണ്. അത് ഞാൻ യോജിക്കുന്നു. അവർ ഈ ട്രംപിനെയും നെതന്യാഹുവിനെയും മോഡിയെയും കേരളത്തിൽ എഴുന്നള്ളിക്കുകയാണെങ്കിൽ BJPക്ക് വോട്ട് കുറയാനാണ് സാധ്യത, അല്ലെ? അതന്നെ, അതാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.